ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മളുടെ 2025 ഏറ്റവും ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അതുമാത്രമല്ല നമ്മളുടെ ന്യൂ ഇയർ ഈവ് കൂടിയാണ്. അപ്പോൾ നമ്മളുടെ ന്യൂ ഇയർ ഈവ് എങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതും കൂടിയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് ഇവിടെ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ റാസൽ കീമയിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഫയർ വർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എങ്ങോട്ടും പോകാൻ പ്ലാനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു വൈകുന്നേരം ടൈമൊക്കെ ആയപ്പോൾ ഇപ്പോൾ വിൻ്റർ അല്ലേ, അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും 4 മണിക്ക് എന്തെങ്കിലും പൊരിച്ച കടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. എനിക്കാണെങ്കിൽ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോയതാണ്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എത്തിയിട്ടില്ല തിരിച്ച്. അപ്പോൾ വിചാരിച്ചു ഇക്ക് വരുമ്പോഴത്തേക്കും നൈസല്ലേ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ചത് പൊട്ടാറ്റോ ഫ്രൈ അങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. പിന്നെ മൈൻഡിൽ ഇങ്ങനെ ഉള്ളി ബജി ആലോചിച്ചപ്പോൾ വിചാരിച്ച് നല്ല ചൂട് ചായയും പിന്നെ ഈ ഒരു ഉള്ളി ബജിയും കൂടി കഴിക്കാൻ ഈ ഒരു വിൻ്ററിൽ നല്ല അടിപൊളിയായിരിക്കില്ലേ എന്ന് ആലോചിച്ചപ്പം അപ്പോൾ തന്നെ പിന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് ഉള്ളി ബജി ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള സവോള, പിന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള പച്ചമുളക്, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, പെരിഞ്ചീരകം പൊടിച്ചത്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് സാമ്പാർ മസാല, 2 ടേബിൾ സ്പൂൺ കടലമാവും, പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും. പിന്നെ നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള വേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റുവ ബേബി എവിടെയെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ ഒരു ടൈമിൽ. അപ്പം ഞാനിതൊക്കെ ചെയ്യുമ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ ഞാനിവിടെ ഇങ്ങനെ ഹൈ ചെയറിൽ ഇരുത്തിയിട്ടുണ്ട് റൂമിൽ. അപ്പോൾ ഒരു കേക്കിൻ്റെ പീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ അത് കഴിച്ചിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇത് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ച് ഇക്കു മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റ് ആവുമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് തണുക്കൂല്ലേ ചൂടാറില്ലേ എന്ന് വിചാരിച്ചപ്പോഴാണെങ്കിൽ വേഗം ചൂടാറും വിൻ്റർ ആയ കാരണം കൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ഇക്കു എത്തി. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫീസൊക്കെ കഴിഞ്ഞ് ഇക്കു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയും പെട്ടെന്ന് ഫ്രൈ ആക്കിയെടുത്ത്. പിന്നെ ദേ ഒരു സൈഡിൽ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുമ്പം ഞാൻ അപ്പുറത്തെ സൈഡിൽ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓൾ സെറ്റായി. നമ്മൾ ഒന്നിച്ചിരുന്ന് ചൂട് ചായയും നല്ല ക്രിസ്പി ഉള്ളി ബജിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നമുക്ക് കൊണ്ടുപോയിട്ട് മോത്തിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടാണ്. പിന്നെ നമ്മൾ സ്ട്രേഞ്ചർ തിങ്സ് കണ്ടുകൊണ്ടിരിക്കണ്ടായിരുന്നു അതിൻ്റെ സീരീസ്. അപ്പോൾ അതിലത്തെ സീസൺ 5 നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ റുവ ബേബി ഉറങ്ങായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെന്താ വിചാരിച്ചെന്ന് വെച്ചാൽ എന്തായാലും പുറത്തൊന്നും പോണില്ല ന്യൂ ഇയർ ഈവായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് കൂടാമെന്ന് വിചാരിച്ചു. താത്തയും അളിയൻ്റെ ഒക്കെ അടുത്ത് പോയിട്ട് എല്ലാവർക്കും ഇന്ന് നൈറ്റ് ഒന്നിച്ച് ഫുഡ് കഴിക്കാമെന്നൊക്കെ ഉള്ള പ്ലാനായിരുന്നു. അപ്പോൾ പിന്നെ റുവ ബേബി ഉറങ്ങി എണീക്കുന്നവരെ നമ്മൾ സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ കണ്ട് പിന്നെ എണീച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ താത്താടെ അവിടേക്ക് വന്നിട്ടാണ്. അപ്പോൾ റുവ ഭയങ്കര ഹാപ്പിയായി അവിടെ വന്നപ്പം ചിതുവിനായിട്ടും ചിയാമദീദിനായിട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ രാത്രിക്കൽക്കുള്ള ഫുഡ് ഞങ്ങൾ തലാബാത്തിൽ നിന്ന് ഓർഡർ ആക്കാമെന്നാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇങ്ങനെ നോക്കി വെച്ചപ്പോൾ പപ്പ ജോൺസ് പിസ്സ വാങ്ങിക്കുക, അതിൽ നല്ല ഓഫറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വാങ്ങണ ടൈമിൽ നോക്കി കഴിഞ്ഞപ്പോൾ അതൊക്കെ ബിസിയാണ് കാണിക്കണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയും വാങ്ങിക്കാത്ത സ്ഥലത്തു നിന്നാണ് വാങ്ങിച്ചത്. ജഹറത്ത് ബെറൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ ഈ പിസ്സ വാങ്ങിച്ചിട്ടുള്ളത്. 2 ലാർജ് പിസ്സയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം ചിക്കൻ മയോ പിസ്സയും പിന്നെ ഒരെണ്ണം ബാർബിക്യൂ ചിക്കൻ പിസ്സയാണ്. പിന്നെ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങിച്ചതായാലും ഷായ് അൽ സഹൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫ്തീരിയനാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ആക്കുന്നത് ഈ 2 ഷോപ്പിൽ നിന്ന്. അപ്പോൾ
അതെങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ ഓപ്പൺ ആക്കുന്ന തിരക്കിലുണ്ടാവും. അപ്പം നമ്മളൊരു വലിയ ബക്കറ്റും പിന്നെ ഒരു ചെറിയ ബക്കറ്റുമാണ് ബ്രോസ്റ്റഡ് ചിക്കൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, കോൾസ്ലോ, ബൺ, സോസ്, മയണൈസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുന്ന ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സമാധാനത്തിൽ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഒന്നിച്ച് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത് വേറൊരു വൈബല്ലേ. അപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഫിലിം കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മൂവിയൊക്കെ കണ്ടിരുന്നില്ല. അപ്പോൾ താത്തയാണെന്നുണ്ടെങ്കിൽ അലാം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ 12 മണി ആവുന്നതിന് മുന്നേ ടൈമർ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളുടെ ന്യൂ ഇയർ ആവുന്നതിന് മുന്നായിട്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഞങ്ങളുടെ കുട്ടി സിമ്പിൾ ന്യൂ ഇയർ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.